ഈ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിൻ്റെ പേര് സീഗർനിക് ടെക്നിക്ക് എന്നാണ്. ബ്ലൂമ സീഗർനിക് എന്ന വിഖ്യാത സോവിയറ്റ് സൈക്കോളജിസ്റ്റാണ് ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഏതൊരു പദ്ധതിയും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ് ആകട്ടെ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു മേഖലയാകട്ടെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വിജയം കണ്ടെത്താം. ഇതിനെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇൻകംപ്ലീറ്റ് ആയ ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും. ഒരു മൂവിയെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ആദ്യം ഒരു മൂവിയിലെ ടീസർ പുറത്തിറങ്ങുന്നു, പിന്നീട് ട്രെയിലർ, പിന്നീട് സിനിമ. ഇങ്ങനെ ഈ ഒരു 3 പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ടീസർ കാണുന്ന ആളുകളിൽ അതിൻ്റെ ട്രെയിലർ കാണുവാൻ വേണ്ടിയുള്ള ഒരാഗ്രഹമുണ്ടാകുന്നു. അവർ പിന്നീട് അതിൻ്റെ ട്രെയിലർ ഔട്ട് ചെയ്തതിന് ശേഷം ആ മൂവി കാണാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. ഇതാണ് ഒരു ഇൻകംപ്ലീറ്റ് ആയ പ്രോസസ്സ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ആകാംക്ഷയാണ്, ആ ഒരു ടെൻഷനാണ് ഇവിടെ പ്രധാനമാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എങ്ങനെയാണ് ഇത് ബിസിനസ്സിൽ ഉപയോഗിക്കുക? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരു സിമ്പിളായ ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് അവർ ഉത്തരം തരുമെന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ്. അങ്ങനെ അവർ ഉത്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫറിനെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനാൽ നിങ്ങൾക്ക് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്ര രൂപ ഓഫറിലാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഒരു ഇൻകംപ്ലീറ്റ് ആയ പ്രോസസ്സായിട്ടാണ് കസ്റ്റമർക്ക് അത് അനുഭവപ്പെടുക. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള അവരുടെ ആ ഒരു ആകാംക്ഷ മനസ്സിൽ കൂടുതലായിരിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെയധികം ഉപകരിക്കും. ഈ ഒരു ടെക്നിക്ക് കൃത്യമായി ഉപയോഗിച്ച ഒരു കമ്പനിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ഐസ്ക്രീം കമ്പനിയായിരുന്നു ഇത് ഉപയോഗിച്ചത്. അവരുടെ ആപ്പിൽ ഒരു ചെറിയ ഒരു ഗെയിം കൊടുത്തു. ആ ഗെയിം ഇങ്ങനെയായിരുന്നു: ആരാണോ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ അലറുന്നത് അവർക്ക് കൂടുതൽ ഓഫർ എന്നുള്ള തരത്തിലായിരുന്നു അവർ അവരുടെ കമ്പനിയെ മാർക്കറ്റ് ചെയ്തത്. അതോടുകൂടെ ആളുകൾക്ക് ഇതൊരു ഹരമായി എടുക്കുകയും അവർ എല്ലാവരും ആ ഒരു ആപ്പിൽ കയറി ശബ്ദം കൂടുതലായി പുറപ്പെടുവിച്ച് ആ ഒരു ഓഫർ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് അവരുടെ കമ്പനിക്ക് വളരെയധികം ലാഭമാണ് കൊണ്ടുവന്നത്. ബിസിനസ്സിൽ പ്രയോഗിക്കാവുന്ന സൈക്കോളജിയിലെ കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലുള്ള 100 ഉദാഹരണങ്ങൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.